ഇടുക്കി ആനച്ചാലിലാണ് ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയത്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ താഴെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും കേരള പോലീസിന്റെയും എല്ലാം തന്നെ സംയോജിതമായ ഇടപെടൽ മൂലം കൃത്യമായ രക്ഷാപ്രവർത്തനം തന്നെയാണ് അവിടെ നടക്കുന്നത്. അത് ഈ സ്വകാര്യ കമ്പനിയുടെ സുരക്ഷാ വീഴ്ച ആണ് പ്രധാനമായും എല്ലാവരും തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ് മലപ്പുറം സ്വദേശികളാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അമൽ, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. മറ്റുള്ളവരെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫയർഫോഴ്സും കേരള പോലീസും കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി അതിനുവേണ്ട രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് നടത്തുന്നു അല്ലേ? ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 3 മണിക്കൂറോളം നടന്ന പ്രവർത്തനമാണ്. ആദ്യഘട്ടത്തിൽ ഇവിടെ ഈ സ്കൈ ഡൈനിങ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ടെക്നീഷ്യൻസിനെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇവരെ താഴേക്കിറക്കാം. ഈ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി നിർത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താഴേക്കിറക്കാം എന്ന രീതിയിലായിരുന്നു ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിന്റെ ആവശ്യമില്ല എന്ന രീതിയിലായിരുന്നു കമ്പനി അത്തരത്തിലുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ വളരെ സമയമെടുത്ത് മാത്രമേ ഇത്തരത്തിൽ ഈ ടെക്നീഷ്യൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിരുന്നുള്ളൂ. ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും സംഭവ സ്ഥലത്തേക്ക് എത്തി. കൃത്യമായ രീതിയിൽ തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. നിലവിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ, അതായത് ഒരു വിദഗ്ധ പരിശീലനം ലഭിച്ച ആൾ ഈ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി ചെല്ലുകയും അത്തരത്തിലാണ് ഇവരെ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടികളെ താഴേക്കിറക്കി അവരെ സുരക്ഷിതമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിലൊരു കുട്ടിയെ ആണ് നിലവിൽ ഇപ്പോൾ താഴേക്കിറക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ കുട്ടിയെ താഴേക്കിറക്കുന്ന ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഏകദേശം 120 അടി ഉയരത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒപ്പം തന്നെ അതിന്റെ ഈ സ്കൈ ഡൈനിങ് സംവിധാനം ഒരു ചെരിവും ആദ്യഘട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ വലിയ ഒരു അപകട സാധ്യത ഉണ്ടോ എന്ന രീതിയിൽ, അല്ലെങ്കിൽ വലിയൊരു ആശങ്ക തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഇത്തരത്തിൽ ഉയരത്തിൽ ആയതിനാൽ തന്നെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഫയർഫോഴ്സ് ഇത്തരത്തിൽ ഇവരെ താഴെ ഇറക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായി ആദ്യം തന്നെ കുട്ടികളെ താഴേക്കിറക്കുന്ന ഒരു പരിശ്രമത്തിലാണ് നിലവിൽ ഉള്ളത്. ഈ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി തന്നെയാണ് ഇവരെ താഴേക്കിറക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അല്പം സമയമെടുത്തുകൊണ്ടുള്ള ഒരു പരിശ്രമം കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അല്പം സമയമെടുത്താൽ പോലും മറ്റ് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും അപകട ഭീഷണിയൊന്നും ഇല്ലാതെ വളരെ സുരക്ഷിതമായി താഴെ ഇറക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള കൃത്യമായ പ്ലാൻ ഓഫ് ആക്ഷൻ അടക്കം തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സ്കൈ ഡൈനിങ് സംവിധാനത്തിൽ ഏകദേശം 16ഓളം പേർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനമാണ്. അതിൽ 5 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജീവനക്കാരി, ഒപ്പം തന്നെ ഈ വിനോദസഞ്ചാരികളായിട്ടുള്ള 4 പേർ. ഇത്തരത്തിൽ 5 പേരായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഈ മൂന്നാർ പോലുള്ള ഈ ഒരു ഏരിയയിൽ പലപ്പോഴായി വിനോദസഞ്ചാരികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഏകദേശം ഒരു 1.5 മാസക്കാലമായി ഈ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് കൃത്യമായൊരു ലൈസൻസോ അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിലാണ് ഇത് പ്രവർത്തിച്ചു വന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ റിപ്പോർട്ട് അടക്കം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ ഒരു ശ്രമം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഈ 5 പേരെയും താഴെ ഇറക്കി സുരക്ഷിതമായി താഴെ ഇറക്കിയതിനു ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുമാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇവരുടെ 5 പേരും സുരക്ഷിതമാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. താഴെ ഇറക്കിയ കുട്ടിയെ ഉടൻ തന്നെ മറ്റു പരിശോധനകളിലേക്ക് കൊണ്ടുപോകും. കുട്ടിക്ക് മറ്റ് അസ്വസ്ഥതകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ 2 കുട്ടികളെയും താഴെ ഇറക്കിയാൽ ഉടൻ തന്നെ മറ്റ് പരിശോധനകളിലേക്ക് കടക്കും. നിലവിൽ ആരോഗ്യ നിലയിൽ വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയും 4ഓളം പേരെ താഴെ ഇറക്കാൻ ഉണ്ട്. 5 പേരാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നത്. 3 മണിക്കൂറായി ഇവർ ഇതിന്റെ മുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതോടൊപ്പം തന്നെ കാലാവസ്ഥ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ ഭീഷണി ഉണ്ടാക്കിയിരുന്നു. നിലവിൽ ഇപ്പോൾ അത്തരത്തിലൊരു പ്രതിസന്ധി ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ ഇവരെ താഴേക്കിറക്കാൻ വേണ്ടി സാധിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഫയർഫോഴ്സിനെ വിവരമറിയിക്കാൻ വളരെ അധികം വൈകി എന്നത് വലിയ ഒരു വീഴ്ച തന്നെയാണ്. കമ്പനിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ വലിയ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഇത്ര 3 മണിക്കൂറോളം
വൈകിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു അപകടമായ അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണർത്തുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ 5 പേരെയും താഴെ ഇറക്കാൻ വേണ്ടി ഫയർഫോഴ്സിന് കഴിയുമായിരുന്നു. പക്ഷേ വളരെ വൈകി മാത്രമാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം ഒരാളെ കൂടി താഴെ ഇറക്കിയിട്ടുണ്ട് എന്നതാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ശരണ, തീർച്ചയായും നിലവിൽ ഇപ്പോൾ 2 പേരെ താഴെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത്തെ കുട്ടിയെ കൂടി താഴേക്ക് ഇറക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഈ ആരോഗ്യനിലയിലായിരുന്നു വലിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ കുട്ടികളെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നത്. അത് വളരെ വിജയകരമായ രീതിയിൽ തന്നെ പൂർത്തിയാക്കിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കുട്ടികളെ താഴെ ഇറക്കിയിട്ടുണ്ട്. ഇനി അവരുടെ ആരോഗ്യനിലയും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യനില അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള അവശതകൾ ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധിച്ച് അത് കൃത്യമായി ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. മറ്റ് 3 പേരെയും താഴെ ഇറക്കുവാനുള്ള ശ്രമവും അതോടൊപ്പം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പരിശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഉയരത്തിൽ, ഏകദേശം 120 അടി ഉയരത്തിലാണ് ഈ സ്കൈ ഡൈനിങ് ഉള്ളത്. അതിനാൽ തന്നെ വളരെ സാവധാനത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ താഴേക്ക് ഇറക്കാൻ വേണ്ടി സാധിക്കൂ. അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. റോപ്പ് ഉപയോഗിച്ച് ഒപ്പം തന്നെ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ച് ഇവരെ താഴെ ഇറക്കുമ്പോഴും മറ്റ് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഇവരെ താഴെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ആ ഒരു ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കാലാവസ്ഥ ചെറിയ പ്രതിസന്ധി അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്, മഴക്കടക്കം സാധ്യതയുണ്ട്. അത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഇവരെ താഴെ ഇറക്കുകയാണെങ്കിൽ അത്തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കില്ല എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ ഉള്ളത്. ഒപ്പം തന്നെ ഇവർ ഈ എയർ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. താഴെയുള്ള കുട്ടികളൊക്കെ നിലവിൽ ഇപ്പോൾ സുരക്ഷിതരാണ്. മുകളിലുള്ള 3 പേരും സുരക്ഷിതരാണ്. 3 പേരെ ഒരാളെ കൂടി ഇപ്പോൾ താഴെ ഇറക്കിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്.